ഞാനാ പാച്ചിയേക്ക. ആ അക്കന്റെ ഭർത്താവ് അങ്ങനെ കിടന്നോ? ആരാണ്ടൊരു തുള്ളി എങ്ങാണ്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോഴേ കയറി അങ്ങ് മാണ്ട് കിടന്നു. ഇനി നേരം വെളുക്കുമ്പോ എഴുന്നേറ്റ് ഇവിടെ വന്ന് കുത്തിയിരുന്നോളൂ. ലതിക്ക് അത്താഴം കൊടുത്തോ? അവക്ക് വേണ്ടെന്ന്. ആ എന്നാ എനിക്ക് വല്ലതെന്താ? എന്നാ പലഹാരമാ, തിന്നോ. ലതിക അകത്തോട്ട് പോരെ? അത്താഴം വേണ്ടെങ്കിൽ ആ പലഹാരം തിന്നോ. ഞാൻ പിന്നീട് തിന്നോളാം. എന്നാളും കൂടി താഴോട്ട് വെക്കേ. അല്ലേ, ഇന്ന് വെള്ളം തൊടാനങ്ങ് അടിക്കുകയാണോ? നല്ല ഒന്നാം തരം സാധനമാ രണ്ടും. അത്താഴം ഇങ്ങോട്ട് വളർത്തിക്കൊണ്ട് വരട്ടെ? ഇന്ന് എനിക്കും വേണ്ട. ആ ഇന്ന് വിശപ്പ് കാണത്തില്ല. വാച്ചിയേക്കും പോയി കിടന്ന് ഉറങ്ങിക്കോ. ഈ കഥ അടച്ചേ. ഞങ്ങൾക്ക് വെളിയിലോട്ട് പോകണമെങ്കിൽ വരാന്തയിൽ ഈ കഥ തുറന്ന് അങ്ങോട്ട് ഇറങ്ങിക്കൊള്ളാം. ഞാനും പാച്ചേക്കന്റെ കൂടെ കിടന്നോളാം. പാച്ചിയേക്കന്റെ കൂടെ കിടക്കാൻ വേറെ ആളുണ്ട്. ഇത് നല്ല കൂത്ത്. ഞാൻ പാവരിച്ച് കിടന്നോ? നിനക്ക് ഇതെല്ലാം പുതിയതാണ്. അയ്യോ, എന്നെ തൊടല്ലേ, നിന്നെ തൊടാനല്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് ഇവിടെ കൊണ്ടുവന്നത്? അയ്യോ, എന്നെ ഉപദ്രവിക്കരുത്, എന്നെ നശിപ്പിക്കല്ലേ. ഇതൊന്നും നശിപ്പിക്കുകയല്ലേ, അത് നിനക്കിപ്പോ മനസ്സിലാവും. ഒന്നുമില്ല, എന്റെ കാല് തട്ടി ഗ്ലാസ് ഉടഞ്ഞതാ.
എനിക്കാരുമില്ല. ഞാനുണ്ട്. ഇനി ആരെയും പേടിക്കണ്ട, എന്നെയും പേടിക്കണ്ട. അമ്മയുണ്ടോ? മരിച്ചുപോയി. എന്റെ അമ്മയും മരിച്ചുപോയി. അച്ഛനോ? ഉണ്ട്. അച്ഛനില്ലേ? അച്ഛനോ? അച്ഛൻ? ഞാൻ അച്ഛനില്ലാതെ ജനിച്ചവനാണ്. മുഖത്ത് മുറിവ്. ഓ, അതൊക്കെ സാരമില്ല. ഇവിടെ സന്ധ്യ വരെ ആരും കാണത്തില്ല. പാച്ചിയൊക്കെ രാവിലെ എഴുന്നേറ്റ് മലക്കറി കച്ചവടത്തിന് പോയി കാണും. ഞാൻ അങ്ങയിലെ കുഞ്ഞമ്മയുടെ കയ്യിൽ ചായയും അപ്പവും വാങ്ങിക്കൊടുത്തയക്കാം. ഇവിടെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞമ്മ ഇവിടെ കൂട്ടിരുന്നോളൂ. എനിക്ക് ജോലിക്ക് പോണം. ഞാൻ പോട്ടെ. ഞാനാണ് മോളെ കുഞ്ഞിയമ്മ. മോളവിടെ ഇരിക്കേ. പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴിയോ? ഭയങ്കര പോലത്തെ ഒരു കൊച്ചു. മോക്ക് എന്ത് പറ്റി വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കാൻ? കുഞ്ഞിയമ്മ എന്നോട് അതൊന്നും ചോദിക്കില്ല. വിഷമാണെങ്കിൽ ഞാൻ ചോദിക്കുന്നില്ല മോളെ. മോള് കാത്തു കുടിക്കും. മാടനൊരു പാവാ മോളെ. സ്നേഹിച്ചാൽ പ്രാണം കൊടുക്കും, പിണങ്ങിയാലോ ജീവനെടുക്കും. ഇതാണോ മാടന്റെ വീട്? ഇത് പാച്ചിയുടെ വീട്. അവന് വീടില്ല മോളെ. ചിലപ്പോഴൊക്കെ ഇവിടെ വരും, കുടിക്കാനും ഉറങ്ങാനും. മാടൻ എന്നാണോ പേര്? അവന്റെ പേര് കുട്ടപ്പാന്ന. മാടാന്നെല്ലാരും വിളിക്കും. അവന് ബന്ധുക്കളും സ്വന്തക്കാരാരുമില്ല. തള്ളയാണെങ്കിൽ ചത്തുപോയി. തന്ത വലിയ ഒരാളാ. പക്ഷെ അത് രഹസ്യമാ. അദ്ദേഹത്തിന്റെ വീട്ടിൽ മാടന്റെ തള്ള അടുക്കളപ്പണിക്ക് നിന്നപ്പോഴുണ്ടായതാണവൻ. തെരുവിൽ നടന്ന് വളർന്നു ഈ നിലയിലായി. അവൻ മഹാപെശക. പക്ഷേങ്കില് ഇതൊരു പുതുമയാണ്. ഏത്? ഇവിടെ പല പെണ്ണുങ്ങളെ അവൻ കൊണ്ടുവരും. രാവിലെ അടിച്ചിറക്കി വിടുകയും ചെയ്യും. മോടെ കാര്യമൊക്കെ നോക്കിക്കോണമെന്നും കുളിക്കാൻ വെള്ളം കോരി തരണമെന്നും പറഞ്ഞിട്ടാണ് അവൻ പോയിരിക്കുന്നത്. കുഞ്ഞിന്റെ കാര്യം പറയുമ്പോൾ അവന്റെ മുഖത്തൊരു വല്ലായ്മയുണ്ട്. അവന്റെ മുഖം മുറിഞ്ഞിരിക്കുന്നത് എന്താ? കുഞ്ഞമ്മ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചിട്ട് അവനൊന്നും പറഞ്ഞില്ല. മോള് കാപ്പുടിക്കും.